Hey guys, HTML and CSS beginner tutorial സീരീസിന്റെ 21ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് അതിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിളായ രീതിയിൽ എന്നാൽ അതേസമയം സ്റ്റൈലിഷ് ആയ രീതിയിൽ കണ്ടൻറ്റ് ഒരു പേജ് വിസിറ്റ് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ നമ്മുടെ പേജിന് വളരെ നല്ല ഒരു ലേഔട്ട് അത്യാവശ്യമാണ്. നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായ എന്നാൽ അതേസമയം ബേസിക് ആയ ഒരു ലേഔട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു ലേഔട്ടാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വെബ്സൈറ്റിൻ്റെ നെയിം, മെനു മുതലായ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായി മുകളിലൊരു ഹെഡർ സെക്ഷൻ, പേജിലെ പ്രധാന ഇൻഫർമേഷനൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഒരു കണ്ടൻറ്റ് സെക്ഷൻ ഉണ്ട്. അതിൻ്റെ വലത്തുവശത്തായി ഒരു സൈഡ് ബാർ, പിന്നെ താഴെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ, പേജ് ലിങ്ക്സ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനായി ഒരു ഫൂട്ടർ സെക്ഷൻ. ഇത്രയും മതി തൽക്കാലം. ഈ വീഡിയോയിൽ നമ്മൾ ഈ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട HTML എന്താണെന്നാണ് നോക്കുന്നത്. അതിൻ്റെ CSS നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലേഔട്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ വരച്ച് വെക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ലേഔട്ട് വരച്ച് വെച്ചത് ഇങ്ക്സ്കേപ്പ് എന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ വരച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു റെഫറൻസ് ഇമേജ് വേണം നമ്മൾക്ക് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. മനസ്സിൽ നിന്ന് ഒരു ഡിസൈൻ എടുത്ത് ചെയ്യാമെന്നൊക്കെ ആലോചിക്കാൻ എളുപ്പമാണെങ്കിലും എപ്പോഴും ഒരു റെഫറൻസ് ബേസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും നമ്മുടെ പ്രോസസ്സ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ റെഫറൻസ് ഇമേജ് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിൽ VS കോഡ് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇത് നമ്മൾക്ക് ഏതായാലും ഒരു പുതിയ വെബ്സൈറ്റ് പോലെ ചെയ്യാം. index.html എന്ന ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് HTML ടാഗ് എഴുതാം. !doc_type സ്പേസ് HTML എന്ന് എഴുതാം. ഈ ടാഗ് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഹെഡ് ടാഗും ബോഡി ടാഗും എഴുതാം. ഹെഡ്, ബോഡി എന്നിവ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഈ ടാഗൊക്കെ എന്തിനാണെന്ന് വളരെ ഡീറ്റെയിൽ ആയി മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഓർക്കുമല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു ഹെഡ് സെക്ഷൻ ഉണ്ട്, ബോഡി സെക്ഷൻ ഉണ്ട്, പിന്നെ HTML ടാഗ്, ഇതിനെയൊക്കെ റാപ്പ് ചെയ്ത് അങ്ങ് നിൽക്കുന്നുണ്ട്. ഈ ഹെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻ അഥവാ സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്യുക, മെറ്റാ ഇൻഫർമേഷൻ കൊടുക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ബോഡി എന്നതിനുള്ളിലായിട്ടാണ് നമ്മൾ കണ്ടന്റ് ഒക്കെ എഴുതുന്നതും ലേഔട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾക്ക് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം നമ്മൾക്ക് ഇവിടെ ഒരു മെറ്റാ ടാഗ് എഴുതാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെറ്റാ ടാഗാണ് മെറ്റാ കാഴ്സെറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ ആദ്യം കൊടുക്കാം. അതിൻ്റെ വാല്യൂ ആയി UTF-8 എന്ന് കൊടുക്കാം. ഇനി മറ്റൊരു മെറ്റാ ടാഗാണ് മെറ്റാ നെയിം ഈക്വൽ ടു ഓതർ എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ വെബ്സൈറ്റിൻ്റെ ഓതർ ആരാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു മെറ്റാ ഇൻഫർമേഷൻ ആണ്. ഇതിൽ കണ്ടന്റ് എന്ന ഒരു പ്രോപ്പർട്ടിയായി അതിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഓതർ ഞാനായതുകൊണ്ട് ഞാനിവിടെ നിവേദ് എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം കൊടുക്കാം. ഇനി മറ്റൊരു പ്രധാന ടാഗാണ് ടൈറ്റിൽ ടാഗ് എന്ന് പറയുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, പേജ് ടാബ് നെയിമായിട്ട് വരാൻ വേണ്ടിയാണ്. ഇതൊക്കെ മുമ്പൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ടൈറ്റിലായി ഞാൻ മൈ ന്യൂ വെബ്സൈറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഈ പേജ് ലൈവ് സെർവർ ഉപയോഗിച്ച് തുറന്നു നോക്കാം. ബ്രൗസർ വിൻഡോ റൈറ്റ് സൈഡിൽ സ്നാപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ പേജ് നോക്കൂ. ടൈറ്റിൽ ടാഗിൽ നമ്മൾ കൊടുത്ത വാല്യൂ ഇവിടെ വർക്ക് ആയിട്ടുണ്ട് എന്ന് കാണാം. ഓക്കെ, ഇനി നമ്മൾക്ക് ബോഡി ടാഗിലേക്ക് വരാം. ഇതിൽ കുറച്ച് കണ്ടന്റ് ഒക്കെ ഫില്ല് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ലേഔട്ട് സെറ്റ് ചെയ്യുമ്പോൾ. നമ്മൾക്ക് നമ്മുടെ ലേഔട്ട് ഇമേജ് ഒന്ന് നോക്കാം. ഇതിൽ ഈ മുകളിൽ കാണുന്ന ഭാഗമാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി തന്നെ ഒരു ടാഗ് HTML ഉണ്ട്. അതാണ് ഹെഡർ ടാഗ്. സോ ഇവിടെ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ഹെഡർ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഈ ഹെഡർ ടാഗ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഒരു ഡിവിനെ പോലെ തന്നെയാണ്. എന്നാൽ ഹെഡർ എന്നത് ഒരു സെമാൻറ്റിക് HTML ടാഗ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അതിനൊരു മീനിങ് ഉണ്ട്. സെമാൻറ്റിക് HTML എന്താണെന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി പറയാം. ഇപ്പോൾ ലേഔട്ട് നോക്കാം. ഇനി ഇതിൽ അടുത്ത സെക്ഷനായി വരുന്നത് എന്താണ്? അതെ, നമ്മുടെ കണ്ടന്റ് ഒക്കെ ആഡ് ചെയ്യേണ്ട സെക്ഷനും പിന്നെ അതിൻ്റെ വലതുവശത്തുള്ള സൈഡ് ബാറുമാണ്. എന്നാൽ ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ടാണല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് എലമെൻറ്റിനെയും കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയും പേജിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയും നമ്മൾക്കൊരു പാരൻറ്റ് ഡിവിഷൻ ഉപയോഗിച്ച് ഇവ രണ്ടിനെയും റാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾക്ക് ഇവിടെ ഒരു ഡിവിഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഈ ഡിവിന് ഒരു ക്ലാസ് നെയിമായി നമ്മൾക്ക് കണ്ടെയ്നർ എന്ന് കൊടുക്കാം.
ഈ കണ്ടെയ്നർ കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ബോക്സ് ആണ്. ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് ഇനി നമ്മൾ ഈ സെക്ഷനും പിന്നെ ഈ സൈഡ് ബാറും ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലുള്ള ഈ ലെഫ്റ്റ് സൈഡിലെ മെയിൻ സെക്ഷനെ നമ്മൾക്ക് സെക്ഷൻ ടാഗ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ സെക്ഷൻ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഈ സെക്ഷൻ ടാഗും ഒരു സെമാൻറ്റിക് HTML ടാഗ് ആണെന്ന് ഓർമ്മിക്കുക. ഇനി നമ്മുടെ സൈഡ് ബാർ വേണമല്ലോ. ഈ സെക്ഷൻ ടാഗ് ക്ലോസ് ചെയ്തതിൻ്റെ താഴെ വന്നിട്ട് എസൈഡ് എന്ന ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഈ എസൈഡ് എന്ന ടാഗും ഒരു സെമാൻറ്റിക് HTML ടാഗാണ്. ബ്രൗസറിന് കണ്ടന്റ് ഏതാ സൈഡ് ബാർ ഏതാ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടാഗുകളാണ് ഈ സെക്ഷൻ ടാഗും എസൈഡ് ടാഗും എന്ന് തൽക്കാലം ഓർത്തു വെക്കുക. ഈ സെക്ഷൻ ടാഗും എസൈഡ് ടാഗും നെയിം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും അവ ഡിവ് ടാഗുകളെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക എന്നും ഓർക്കുക. ഇപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള 2 സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തുവല്ലോ. ഇനി ഈ കണ്ടെയ്നർ ഡിവിൻ്റെ പുറത്ത് താഴെ വന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ഫൂട്ടറിനെ ഡിഫൈൻ ചെയ്യാം. ഇതിനും ഒരു സെമാൻറ്റിക് HTML ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. അതെ, ഫൂട്ടർ എന്ന ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഈ ഒരു ലേഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ആകെ വേണ്ട ടാഗുകൾ ഇത്ര മാത്രമാണ്. ഇനി നമ്മൾക്ക് ഈ പേജ് ഒന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നും പേജിൽ വന്നിട്ടില്ല എന്ന് കാണാം. അതിന് കാരണം നമ്മൾ ടാഗുകൾ മാത്രമാണല്ലോ ആഡ് ചെയ്തത്, കണ്ടന്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അതാണ്. ഇനി നമ്മൾക്ക് ഇതിൽ കുറച്ച് റാൻഡം കണ്ടന്റ് ആഡ് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾക്ക് ഈ ഹെഡർ ടാഗിൻ്റെ ഉള്ളിൽ വന്ന് ഒരു വെബ്സൈറ്റ് ഹെഡിങ് കൊടുക്കാം. ഇതിൽ വന്ന് ഞാൻ H1 ടാഗ് ഓപ്പൺ ചെയ്ത് മൈ ന്യൂ വെബ്സൈറ്റ് എന്നെഴുതി H1 ടാഗ് ക്ലോസ് ചെയ്യുന്നു. സേവ് ചെയ്ത് പേജ് നോക്കാം. ഹെഡിങ് അവിടെ വന്നിരിക്കുന്നു. ഹെഡർ ടാഗിൻ്റെ ഉള്ളിൽ അത്രയും മതി. ഇനി നമ്മൾക്ക് നമ്മുടെ സെക്ഷൻ്റെ ഉള്ളിൽ വന്ന് കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു H1 ടാഗും 2 പാരഗ്രാഫ് ടാഗുകളും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വയ്ക്കുന്നു. ഈ H1 ഹെഡിങ് ആയി നമ്മൾക്ക് ദിസ് ഈസ് ദ മെയിൻ കണ്ടന്റ് ഏരിയ ഓഫ് ദിസ് പേജ് എന്ന് കൊടുക്കാം. ആദ്യത്തെ പാരഗ്രാഫ് ടാഗിൽ വന്ന് ലോറം 50 എന്ന് ടൈപ്പ് ചെയ്ത് ടാബ് അമർത്തിയാൽ ഒരു റാൻഡം ഫില്ലർ ടെക്സ്റ്റ് അവിടെ വരുന്നതാണ്. ഇതുപോലെ രണ്ടാമത്തെ പാരഗ്രാഫും ഫില്ലർ ടെക്സ്റ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. സേവ് ചെയ്ത് പേജ് നോക്കാം. ഇപ്പോൾ നോക്കൂ, അവിടെ വെബ്സൈറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഹെഡിങ്, നമ്മുടെ സെക്ഷനിലുള്ള ഒരു ഹെഡിങ്, പിന്നെ 2 പാരഗ്രാഫും കാണാമല്ലോ. ഓക്കെ, സെക്ഷൻ്റെ ഉള്ളിൽ അത്രയും മതി. ഇനി നമ്മൾക്ക് സൈഡ് ബാറിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. എസൈഡ് ടാഗിനകത്ത് വന്ന് നമ്മൾക്ക് ഒരു H2 ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ അതിൻ്റെ താഴെ ഒരു ഓർഡേർഡ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാം. OL ടാഗ് ഉപയോഗിച്ച് ഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ഐറ്റമായി 3 പെയർ LI ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാം. ഈ 3 എണ്ണത്തിലും നമ്മൾക്ക് റാൻഡമായി എന്തെങ്കിലുമൊക്കെ എഴുതാം. ഞാൻ തൽക്കാലം ഇവിടെ ലിസ്റ്റ് ഐറ്റം 1, ലിസ്റ്റ് ഐറ്റം 2, ലിസ്റ്റ് ഐറ്റം 3 എന്ന് കൊടുക്കുന്നു. ഇനി മുകളിൽ കൊടുത്ത ഈ H2 ടാഗിൽ വന്ന് ദിസ് ഈസ് മൈ സൈഡ് ബാർ എന്നും എഴുതാം. ഈ സെക്ഷനുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് ഈ ഫൂട്ടറിലേക്ക് വരാം. ഇതിൽ നമ്മൾക്ക് ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യാം. തൽക്കാലം ഞാനിവിടെ ലോറം 25 എന്നടിച്ച് ടാബ് അമർത്തി ഫില്ലർ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് പേജ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ പേജിൻ്റെ ഒരവസ്ഥ. കണ്ടൻ്റൊക്കെ പ്രോപ്പർ ടാഗുകൾക്കുള്ളിലായി നമ്മൾ ഓർഗനൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവയെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നാണ്. അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ മിസ് ചെയ്യാതിരിക്കാനായി ആ ബെൽ ഐക്കൺ കൂടി അങ്ങ് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കനാഡ സൈനിങ് ഓഫ്.